നമ്മളിന്ന് എങ്ങനെ ഒരു ജോലിക്ക് ആവശ്യമുള്ള CV ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെർച്ച് ബാറിൽ ഫ്ലോ CV എന്ന് ടൈപ്പ് ചെയ്യാണ്. നമ്മൾ സെർച്ച് ചെയ്ത് വരുന്ന വെബ്സൈറ്റിൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്യാം. ആ ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കണ്ടൻറ്റ് വരുന്നത് നമ്മുടെ പേരാണ്. അപ്പോൾ പേര് നമ്മൾ വൃത്തിക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പേര് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നമ്മൾ വരിക ഏതാണ് ജോബ് ടൈറ്റിൽ എന്നുള്ളതാണ് വരിക. ഓക്കെ, നമ്മൾ ഏത് ജോബിലേക്കാണോ എൻ്റർ ചെയ്യുന്നത് അഥവാ നമ്മൾ ബയോഡാറ്റ അയക്കുന്നത് ആ ജോബ് ടൈറ്റിലായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഞാനിപ്പോൾ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻറ്റ് പോസ്റ്റിലേക്കാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ജോബ് ടൈറ്റിൽ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ചില സമയത്ത് കമ്പനീസ് ഹയർ ചെയ്യുന്നത് നമുക്ക് മെയിൽ ആയതുകൊണ്ടായിരിക്കും. സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൽ ആയിട്ടായിരിക്കും അയക്കാം. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിൽ ID തന്നെ കൊടുക്കുക. പ്ലസ് നമ്മുടെ കോണ്ടാക്ട് നമ്പർ, ദെൻ നമ്മളെ അഡ്രസ്സ്, നമ്മൾ എവിടെയാണോ ലൊക്കേഷൻ ആ ലൊക്കേഷൻ ഒന്ന് സ്പെസിഫൈ ചെയ്യുക. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ലിങ്കാണ് നമ്മുടെ ലിങ്ക്ഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് എപ്പോഴും ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന ആളുകൾ കീപ്പ് ചെയ്യുക. നമ്മൾ ലിങ്ക്ഡിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ്റെ പോർഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടൻറ്റ് ആഡ് ചെയ്യുകയാണ്. കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നത് ആദ്യത്തെ കണ്ടൻറ്റാണ് പ്രൊഫൈൽ. നമ്മുടെ ജോബ് ടൈറ്റിലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രീതിയിലുള്ള പ്രൊഫൈലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻറ്റിൻ്റെ പ്രൊഫൈലാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത കണ്ടൻറ്റിലേക്ക് പോവുകയാണ്. ലാംഗ്വേജ്, നമ്മൾ ഫ്ലുവൻ്റ് ആയിരിക്കുന്ന ലാംഗ്വേജുകൾ നമ്മുടെ ലാംഗ്വേജ് ലെവൽ സ്പെസിഫൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു 3 ലാംഗ്വേജ് എൻ്റർ ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് അതിൻ്റെ ലാംഗ്വേജ് ലെവലും അവിടെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്ലുവൻ്റ് ആയിരിക്കുന്ന ഏതൊക്കെ ലാംഗ്വേജസുകളാണോ ആ ലാംഗ്വേജുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ലെവൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു 3 ലാംഗ്വേജ് എൻ്റർ ചെയ്തിട്ടുണ്ട് കറസ്പോണ്ടിങ് ലെവലോട് കൂടിയിട്ട്. ഓക്കെ, സോ നമ്മുടെ ലാംഗ്വേജ് എന്നുള്ള കണ്ടൻറ്റും കഴിഞ്ഞു. അടുത്ത കണ്ടൻറ്റായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അവാർഡ്സുകളാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ജോബ് നിങ്ങൾക്കറിയാം, ബിസിനസ് കൺസൾട്ടൻ്റ് ആണ് അല്ലേ, ബിസിനസ് ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ജോബിലേക്ക് ജോബ് ടൈറ്റിൽ എനിക്ക് എന്തൊക്കെ റിവാർഡ്സുകൾ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം എനിക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു CV ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോർട്ട് ചെയ്യുന്നതിൽ ഒരു ഫാക്ടറാണ് നമുക്ക് മുന്നേ കിട്ടിയിരിക്കുന്ന ആ ഫീൽഡുമായി റിലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന റിവാർഡ്സുകളും അതുപോലെ തന്നെ പ്രൊഫഷണൽ എക്സ്പീരിയൻസും. അപ്പം ഞാനിവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഫീൽഡിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻറ്റിൽ ഫീൽഡിൽ കിട്ടിയിരിക്കുന്ന അവാർഡ്സുകളാണ് ഇവിടെ 1 by 1 ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവാർഡ് ആദ്യം തന്നെ നമ്മൾ അവാർഡ് ഏതാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആരാണ്, ഏത് കമ്പനിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റീസിൻ്റെ കീഴിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജ് ലെവൽ ആ ബേസ്ഡ് ആ സെയിം കോർ ഫീൽഡുമായിട്ട് ഉള്ള അവാർഡ്സുകൾ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എനിക്കിവിടെ ഞാനിതൊന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ്. എന്ന് വെച്ചാൽ ലാംഗ്വേജിനെ എടുത്തിട്ട് ഞാൻ പ്രൊഫൈലിൻ്റെ ചോടയ്ക്ക് നമ്മൾ കീപ്പ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ കാണുന്ന സമയത്ത് ഒരു ബയോഡാറ്റ ഫോമാറ്റ് പ്രോപ്പറായിട്ട് കിട്ടും. അപ്പം നമുക്ക് കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ കണ്ടൻറ്റുകളുടെ പൊസിഷനിങ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഫ്ലോ CV തരുന്നുണ്ട്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് കണ്ടൻറ്റാണ് നമ്മുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് ജോബിന് സെർച്ച് ചെയ്യുകയാണെങ്കിലും ആ സെർച്ച് നമ്മളുടെ ബയോഡാറ്റ ചെക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു CV ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൻ്റെ പോർഷൻ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളൊരു ഒരു ജോബ്
ടൈറ്റിലേക്ക് നമ്മളൊരു CV കൊടുക്കുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഏറ്റവും ഷോർട്ടായിട്ടും എന്നാൽ ഏറ്റവും ക്ലിയറും നീറ്റ് ആൻഡ് ക്ലിയറുമായിട്ട് കാണുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പാറ്റേൺ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. എൻ്റെ പേര്, കറസ്പോണ്ടിങ് ഇൻഫർമേഷൻസ്, പ്രൊഫൈല്, ലാംഗ്വേജ്, അവാർഡ്സ് കഴിഞ്ഞാൽ ഏറ്റവും പ്രയോറിറ്റി കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കറസ്പോണ്ടിങ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഏത് കമ്പനിയിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് എംപ്ലോയർ ത്രൂ ആണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അവരുടെ പേര് നമ്മൾ കൊടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ആ എംപ്ലോയർ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഏത് ടൈറ്റിലാണോ വർക്ക് ചെയ്തിരിക്കുന്നത് ആ ജോബ് ടൈറ്റിലാണ് നമ്മൾ അടുത്തതായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ജോബ് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് നമുക്കതിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ ഏത് ഇയറിലാണ് ഇത്ര ഇയർ മുതൽ ഇത്ര ഇയർ വരെ എന്നുള്ള ഡ്യൂറേഷൻ നമുക്കവിടെ സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ്. നമ്മളെ എംപ്ലോയറിൻ്റെ പേര്, നമ്മൾ ഏത് ജോബ് ടൈറ്റിലാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, എവിടെയാണ് ലൊക്കേഷൻ, ഇത്ര ഡ്യൂറേഷൻ എന്നുള്ള ഫോർമാറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ബുള്ളറ്റിൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആ ജോബിൽ നിങ്ങളുടെ റോൾ എന്തായിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ജോബ് റോളുകളാണ് നിങ്ങളിവിടെ ബുള്ളറ്റിൻ പ്രകാരം നിങ്ങൾ സ്പോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് CV-യിൽ കാണുന്ന ഒരു ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കണ്ടൻസുകൾ ഇറലവൻ്റ് ആയിട്ട് ഒരുപാട് കണ്ടൻറ്റുകൾ വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ്റെ ആവശ്യമില്ല. നമ്മളെപ്പോഴും കൊടുക്കുമ്പം നമ്മുടെ ജോബ് റോള് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ ബുള്ളറ്റിൻ ഫോർമാറ്റ് ആകുമ്പം ഒന്നുകൂടെ റീഡബിലിറ്റി കൂടും. അപ്പോൾ ആ സമയത്ത് അതൊരു അട്രാക്റ്റീവായിട്ട് തോന്നുകയും അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൻ്റെ പോർഷൻ ഒന്നും കൂടെ പറയുകയാണ്. നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്തിരിക്കുന്നത് ആ കമ്പനിയുടെ പേര് കൊടുക്കുക. ആ കമ്പനിയിൽ ഏത് ടൈറ്റിൽ റോളിലാണോ നിങ്ങൾ അറിയപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ ഏതായിരുന്നോ എക്സാക്റ്റ് ആ കറക്റ്റ് ജോബ് ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുകയാണ്. ജോബ് ടൈറ്റിലിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ കമ്പനിയുടെ നിന്നിരുന്ന ലൊക്കേഷൻ പ്ലസ് നിങ്ങൾ എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു അവിടെ എന്നുള്ളതും കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ പറയാണ് ബുള്ളറ്റിൻ ഫോർമാറ്റിലാണ് നമ്മൾ അവിടുത്തെ ജോബ് റോള് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏതൊരു CV-യിലും നമ്മൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. പ്ലസ് നമ്മൾ എക്സ്ട്രാ പോയിൻ്റ് നമുക്കൊരു CV സോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫിൽറ്റർ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഈ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൻ്റെയും കിട്ടിയിരിക്കുന്ന അവാർഡ്സിൻ്റെയും ഒക്കെ ബേസിലായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മിസ്റ്റേക്സുകളൊന്നും കൂടാതെ തന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത കണ്ടൻ്റായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എഡ്യൂക്കേഷനാണ്. നമ്മൾ ഒരു CV-യിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് എഡ്യൂക്കേഷൻ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷനായിട്ട് ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതാണ് ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ചിലർക്കത് PG ആയിരിക്കും, ചിലർക്ക് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ PG കഴിഞ്ഞ ഒരാളാണെങ്കിൽ മാക്സിമം PG കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പർ ഗ്രാജുവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രി എന്നുള്ള കാറ്റഗറിയിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ജോബ് ടൈറ്റിലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ എടുത്തിരുന്ന PG MBA ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. പഠിച്ചിരിക്കുന്ന കോളേജ് കറക്റ്റായിട്ട് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് അതിന് ശേഷം ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഞാനിവിടെ സേവ് ചെയ്ത് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിഗ്രി BCom-ലുള്ള ഡിഗ്രിയാണ് ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറസ്പോണ്ടിങ് കോളേജ് ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ കൊടുത്തിട്ട് ഞാനിവിടെ സേവ് ചെയ്യാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV-യിലേക്ക് വരുന്ന കണ്ടൻറ്റുകൾ വരുന്നത്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, പ്രൊഫൈല്, ലാംഗ്വേജ്, അവാർഡ്സ്, പ്രൊഫഷണൽ എക്സ്പീരിയൻസ് പ്ലസ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇത്രയും കണ്ടൻസുകൾ വരുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ബയോഡാറ്റ, നമ്മുടെ CV ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ഇനി നമുക്ക് അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈസി